ഹലോ ഗൈസ്, ഇവിടെ റോഡിൽ കുറച്ച് ഓയിൽ കിടപ്പുണ്ട്. ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ലീക്ക് ആയതാണ്. അപ്പോൾ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവർ പോരാന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുമെന്ന് നോക്കാം ഗൈസ്. വന്നിട്ട് എന്താണ് പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലൈൻറ്റാ. അവന്മാർ ഇത് റെഡി ആക്കിയാ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഗൈസ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരും. അവന്മാർ പറഞ്ഞു വരുമോ എന്ന്. അവനും ചോദിക്കണം വരുമോ എന്ന്. നീ എന്താ പറയണേ? വരുമോ? സമയം 9:42. നമ്മൾ ഏകദേശം ഒരു 9:35 വിളിച്ചെന്ന് തോന്നുന്നു. ചാറ്റ് കൂടെ കാണില്ലേ? ആ ചാറ്റ് കൂടെ കാണില്ലേ? 23-ാം തീയതി ഇന്നൊരു 10:00-ക്കകത്ത് ഫയർഫോഴ്സിന്റെ വണ്ടി കട്ടക്കോട് കിടക്കും. നമ്മള് ഫയർഫോഴ്സ് പറഞ്ഞവരെവിടെ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് ഉറങ്ങും. വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. ഫയർഫോഴ്സ് വരും. പറ്റി വയ്ക്കണ ഒരു സിപ്പപ്പ് വേറ്റ് വയ്ക്കണ. ഓക്കെ ഗൈസ്, അപ്പൊ വണ്ടി വന്നിട്ടാണ് ഗൈസ്. സാധനം വന്ന് ഗൈസ്. അവിടെ വെട്ടം കത്തുന്നുണ്ട്. മെഡിക്കൽ മിറാക്കിൾ ഗൈസ്. സംഭവം ആംബുലൻസ് വന്നിട്ടുണ്ട്. ഈ തെണ്ടി ഒരു കിണ്ടിയും പറഞ്ഞില്ല ഗൈസ്. ഹലോ ഗൈസ്, എന്നാ വീഡിയോ എടുത്തോ. നീ വീഡിയോ എടുത്തോ. സീനൊന്നുമില്ല വീഡിയോ എടുക്കുന്നത്. എന്തിനാണ് പരിപാടി? പൈസ കൊടുക്കേണ്ടി വരുമോ? ഗൈസ്, അണ്ണനാണ് ആംബുലൻസ് വിളിച്ചത്, ഫയർഫോഴ്സ് വിളിച്ചത്. വന്നു ഗൈസ്. രക്ഷകർ വന്നു. കേരളത്തിന്റെ ഫയർ ടീം വന്നു ഗൈസ്. ആംബുലൻസ് വിളിച്ചത്. ഹലോ ഗൈസ്, അവരെന്താ ചെയ്യുന്നുണ്ട്? ഓയിൽ വീഴുന്ന വണ്ടിയിലെ ജീപ്പ്. ഇതെങ്കിലും ഇടണം, അതാണ് എൻ്റെ ആഗ്രഹം. റോഡ് മൊത്തം ഓയിലാണ്. എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. മരപ്പൊടി ആയിരിക്കും ഗൈസ്. സംഭവം അതിലെന്താണ് ഗൈസ്? മരപ്പൊടി. അതെ ഗൈസ്, മരപ്പൊടി. കഴിവ് ആരാണ് മരപ്പൊടി എന്ന് പറഞ്ഞ പതിനഞ്ച് വിളി? മരപ്പൊടിയുടെ പൈസ കിടന്നു. കണ്ടടാ, രാത്രിയും പണിയാണണ്ട. കണ്ട ആത്മാർത്ഥത കണ്ടടാ. വെളുക്ക പണി. പക്ഷെ രാവിലെ മൊത്തം കറക്കവും, രാത്രി പണി. അതാണ്ടാ ചൂടാ, സൂര്യാഘാതം. കടയിൽ നിന്ന് പണി. നിങ്ങൾ ഇതേപോലെ റോഡിൽ വല്ല ഓയിലൊക്കെ വീഴുന്ന കിടക്കുന്നതോ ഡീസൽ വീഴുന്ന കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, ഗൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫയർഫോഴ്സിനെ വിളിച്ച് പറയുക. അവർ വന്ന് എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ വീഴുന്ന മണ്ട വളക്കുന്നത് നിങ്ങളും കാണേണ്ടതായിട്ട് വരും. സോ താല്പര്യമുള്ളവർ ചെയ്യുക ഗൈസ്. സംഭവം മരപ്പൊടിയാണ് ഗൈസ്. മരപ്പൊടിയാണ് ഗൈസ്. അത് മഞ്ഞ തടിയിലേടാ, മഞ്ഞ മരത്തിന്റെ. അവരങ്ങ് വരെ പോയിട്ടുണ്ട്. അവർ മരപ്പൊടിയൊക്കെ ഇട്ടിട്ട് വരട്ടെ. എനിക്ക് കൂടെ പോകാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. ബൈ. ഇനി നോക്കാം ഗൈസ്. നമ്മളൊന്ന് ഫയർഫോഴ്സിൻ്റെ ആകാൻ കാണിച്ചില്ല. മിനി ഫയർഫോഴ്സാണ് ഗൈസ്. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതിനകത്ത് എന്താണ് സെറ്റപ്പ് നോക്കട്ടെ. ചുവപ്പും പച്ചയും ലൈറ്റ് ഉണ്ട്. വൈസിറ്റിയിലുള്ള അതേ വണ്ടി ഗൈസ്. ഫ്ലാഷ് എവിടെ? ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം. വയർലെസ് സാധനങ്ങളൊക്കെ ഉണ്ട്. 9 സെറ്റപ്പാണ്. സ്റ്റിയറിംഗ് ഉണ്ട്. വണ്ടി എത്ര ഡിജിറ്റലാണ് കേട്ടോ. മീറ്റർ ഇല്ലെങ്കിൽ എത്ര ഓടിയെന്ന് പറയാം, നമുക്ക് പറയാനാണ്. ഇവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്.
എന്തൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഷൂസ്, അവരുടെ ടൂൾസ്. ഇത് മിക്കവാറും വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പുകളായിരിക്കും ഗൈസ്. ലാഡർ സാധനങ്ങൾ. അങ്ങനെ നമ്മുടെ കാട്ടാക്കടയിലെ GTA Vice Cityയിലുള്ള അതേ വണ്ടി ഗൈസ്. കാട്ടാക്കടയിലെ GTA Vice City അല്ല. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ മിനി ഫയർ എഞ്ചിൻ കണ്ടെന്ന് വിചാരിക്കുന്നു. അതാണ് ഇതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഇതിനെ അങ്ങനെ വിളിക്കുന്നതായിരിക്കും ഗൈസ്. ടാറ്റയുടെ വണ്ടിയായിരുന്നു ഗൈസ്, രത്തൻ ടാറ്റ. ഓക്കെ ഗൈസ്, അപ്പോൾ അവരിനി പണി കഴിഞ്ഞ് വരട്ടെ, നമുക്ക് എപ്പോഴും കാണാം. ഓക്കെ, ഒരു ഡോറൊക്കെ തുറന്നിട്ടിട്ടാണ് പേരിക്കുന്നത്. നമുക്ക് അടച്ചാലോ, അല്ലെങ്കിൽ വേണ്ട, ചിലപ്പോൾ തുറക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ തുറന്നിട്ടിരിക്കുന്നത്. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഒരു മരപ്പൊടി സാധനങ്ങളൊക്കെ വെത്തറി പോവുകയാണ്. ഓക്കെ സാർ, അപ്പോൾ കേട്ടോ, ടാറ്റ ഗൈസ്. GTA Vice City കളിച്ചിട്ടുള്ളവർക്കറിയാം, സെയിം വണ്ടിയല്ലേ ഗൈസ്? എടാ, Vice Cityയിലുള്ള അതേ വണ്ടിയല്ലടാ? എന്തിനാണ് കളിച്ചിട്ടുള്ളത്? ഓക്കെ ഗൈസ്, അപ്പോൾ ഈ മിനി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഓക്കെ ബൈ.